റസൂലുള്ളാഹി. ഇത് ഇമാം ബുഖാരി സ്വഹീഹ് രേഖപ്പെടുത്തി. എവിടുന്നെങ്കിലും പറയല്ല. അപ്പൊ റസൂലുള്ളാഹിനേക്കാൾ വലിയ ആളാണോ? റസൂലുള്ളാഹിനേക്കാൾ വലിയ ആളായിട്ടല്ല. ചില ആളുകൾക്കുള്ള ചില കാണിഷ്യങ്ങൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നറും സ്വഭാവം കൊണ്ട് അവർക്ക് റസൂലുള്ളാഹിയുമായി നേരിട്ട് ഇടപഴകാൻ വേണ്ടി അവർ വന്ന ചില കാര്യങ്ങൾ പറയാൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ ഒച്ച കെട്ടുമ്പോൾ ഓടി. വേറെ ഹദീസ് പറയുന്നുണ്ട് ഇതേ അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വല്ലദീ നഫ്സി ബിയദിഹി മാ ലഖിയക ശൈത്താനുൻ ഖത്തു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്. ശൈത്താൻ നീ ഏതൊരു വഴിയിൽ കയറുന്നത് കണ്ടാലും ഉടനെ ശൈത്താൻ ആ വഴിയിനോട് എളുപ്പൊളിക്കും. മാ സലക മാ ലഖിയക ശൈത്താനുൻ ഖത്തു. ഒരു ശൈത്താനും നിന്നെ കാണുകയില്ല. സാലികൻ ഫജ്ജൻ, നീ ഒരു വഴിയിലേക്ക് കയറുന്ന രൂപത്തിൽ വല്ല ശൈത്താനും കണ്ടാൽ ഇല്ല സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക, നീ നിന്റെ വഴിയല്ലാത്തൊരു വഴിയിലേക്ക് വേൻ ശൈത്താൻ മാറിപ്പോവും. കാരണം ആ വഴിയിലേക്ക് പിന്നെ കയറിയിട്ട് കാര്യമല്ല, അതോടുകൂടെ ശൈത്താൻ മനസ്സിലാക്കും. ഇത് സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫസമിഅനാ ലൗതൻ വസൗത സുബിയാനിൻ. അങ്ങനെയാണ്. നല്ല പെരുന്നാളിന്റെ ദിവസം ഞങ്ങളിങ്ങനെ ശബ്ദം ഇങ്ങനെ കേട്ടു, കുട്ടികളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണം. ഞാനും നബിയും വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. നല്ല രസകരമായ ഹദീസ. പെരുന്നാളിൻ്റെ സംഭവം. അബിസീനിയക്കാർ എന്നെ ചില കളികൾ കളിക്കുന്നത് ആയിഷ ബീവിക്ക് റസൂല കാട്ടിക്കൊടുത്തൊരു സംഭവമുണ്ട്. പല ആളുകൾക്കും അറിയാം. അങ്ങനെ കുട്ടികൾ വീട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ കളിയും ബഹളമൊക്കെ ഇങ്ങനെ ഞങ്ങൾ കേട്ടപ്പോൾ ഞാനും നബിയും വീട്ടിലുണ്ട്. റസൂല ഫഖാമ റസൂല നേരെ എണീറ്റ് വാതിൻ്റെ അടുത്ത് നോക്കുമ്പോൾ പള്ളിയുടെ അടുത്ത് ഹബശത്തുൻ തുസഫിനു വസ്സുബിയാനു ഹൗലഹ, മുട്ടിക്കളിക്കുകയാണ് അബിസീനിയൻ ചെറുപ്പക്കാര്. കുട്ടികൾ അതിൻ്റെ പിന്നിൽ ചിരിച്ചുകൊണ്ട് അവരും കൂടി നിൽക്കുന്നുണ്ട്. പെരുന്നാളിൻ്റെ കളി കളിക്കുക. അപ്പൊ കാല അപ്പൊ റസൂൽ എന്നെ വിളിച്ചു, ആയിഷ താലി വന്നൂരി, നിനക്ക് കളി കാണണമെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഇത് നാടകത്തിന് പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ തെളിവായിട്ട് പറയരുത്, അതല്ല ഇപ്പൊ പറഞ്ഞ വിഷയം. അതായത് ഒരു കളി ഒരു പ്രത്യേകമായ ഒരു ആഭാസമൊന്നും അല്ലാത്തൊരു കളി അങ്ങനെ പുറത്ത് നടക്കണ കണ്ടു. ആ കളിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു നിർത്തിയിട്ട് ഇങ്ങനെ താടിയുടെ മുകൾ ഭാഗം വെച്ച് ഇങ്ങനെ നോക്കാൻ അനുവാദം കൊടുത്തു. അങ്ങനെ അതിങ്ങനെ നോക്കി നിന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. താലി വന്നൂരി കണ്ടോന്ന് വെച്ചു. പൊതുവെ ചെറുപ്പക്കാരത്തി പെണ്ണാണ്, ഇതിനൊക്കെ വലിയ താല്പര്യം ഉണ്ടാവുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേണ്ടി വിളിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കി കണ്ടു. റസൂലുള്ളാഹിക്ക് പനിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഭാര്യയെ സന്തോഷിപ്പിക്കാന്ന നിലക്ക് റസൂലുള്ളാഹിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. റസൂലുള്ളാഹിക്ക് പനിച്ച് കിടക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ഇതൊരു കാര്യമാകുമ്പോൾ ആയിഷക്ക് ഇതിൽ താല്പര്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് റസൂലുള്ളാഹി ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹക്ക് ഇത് കാണിച്ചു കൊടുക്കാം. റസൂലുള്ളാഹിന്റെ തോളിന്റെ മുകളിൽ ഞാൻ എൻ്റെ താടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലൂടെ അതിനങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീക്ഷിച്ചു. ഇങ്ങനെ ആളുകൾ കളിക്കണം നോക്കി ഞാൻ അങ്ങനെ നിന്നു. അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി. മാബൈന മങ്കി ബിഹില റസൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഷബിയത്തി നിനക്ക് നിറഞ്ഞോ, നിനക്ക് മതിയായോ? നടക്കിടക്ക് നബിയോട് ഇങ്ങനെ ചോദിക്കും. ഫഖാലല്ല, എപ്പോഴും നിറഞ്ഞിട്ടില്ല നബിയെ, കുറച്ചുകൂടി കാണോട്ടെ എന്ന് ഞാനും പറഞ്ഞു. നബിയുടെ അടുക്കൽ എനിക്ക് ഭയങ്കര സ്ഥാനമുണ്ടല്ലോ, എനിക്ക് എന്തും നബിയോട് പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് മതിയായിട്ടില്ല, ഞാൻ കുറച്ചുകൂടി കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുത്തൊലാമാറൂ. അപ്പോഴാണ് ഇങ്ങനെ ആ വഴിക്ക് ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണോടുകൂടെ ഓടാൻ തുടങ്ങി എല്ലാവരും. കാലത്ത് റസൂലുള്ളാഹി അല്ലാഹു നബി ചിരിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിനെ ആയിഷ ബിബിയൊന്നും ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് വഴിക്ക് ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾ ബഹളം ഉണ്ടാക്കിയിട്ട് പള്ളിയുടെ മുറ്റത്ത് കളി കൊണ്ടുകൊണ്ടിരിക്കുക. ഒന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കണോടുകൂടെ ആളുകൾ നാല് ഭാഗത്തും ചിതറി ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹി ചിരിച്ചു. ഫഖാല, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ചിരിക്കുന്നത് ആയിഷ ഒന്നുമല്ല, മനുഷ്യന്മാര് മാത്രമല്ല കുറെ ശൈത്താന്മാരും അവരെ കൂടിയിരുന്നു. അവരൊക്കെ പായാണ്. ഉമർ ഇങ്ങനെ ഒന്ന് കണ്ണോടുകൂടെ ഓടുന്നത് ഞാൻ കണ്ടിട്ട്, ശൈത്താന്മാര് വരെ പാഞ്ഞൊഴിക്കുന്നത് കണ്ടിട്ട്, അവരെ ഓട്ടത്തിന്റെ വെപ്രാളം കണ്ടിട്ട് ഞാൻ ചിരിച്ചതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം തുർമദി തന്റെ മനാഖിബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. എല്ലാവർക്കും പേടിയായിരുന്നു മഹാനായ സയ്യിദുന ഉമർ.
സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹിന്റെ മുന്നറിയിപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം عن سعيد بن زيد بن عمرو قال سمعت رسول الله أبو بكر في الجنة وعمر في الجنة وعثمان في الجنة وعلي في الجنة. പ്രത്യേകമായി തെരഞ്ഞെടുത്ത കാര്യത്തിനൊക്കെ റസൂൽ അവരെയാണ് പ്രത്യേകമായി പറയുക. റസൂൽ ഏറ്റവും കൂടുതൽ മുണ്ടിക്കും. മെഹറാജിന്റെ രാത്രി അള്ളാഹു എനിക്ക് വലിയ വിജ്ഞാനം നൽകി. ആ വിജ്ഞാനത്തിൽ ചില വിജ്ഞാനങ്ങൾ വേണമെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ പറയരുത് എന്ന് പറഞ്ഞിരുന്നു. ഭൂമിയിൽ വന്നപ്പോൾ അതിൽപ്പെട്ട ഒരു വിജ്ഞാനം ഞാൻ 4 ആളുകളോട് പറഞ്ഞു. ഒന്ന് അബൂബക്കറാണ്, ഒന്ന് ഉമറാണ്, ഒന്ന് ഉസ്മാനാണ്, ഒന്ന് അലിയ എന്ന് ഖാല റസൂലുള്ളാഹി. അതിപ്രധാനപ്പെട്ട വിജ്ഞാനം ഞാൻ അവരോടാണ് പറഞ്ഞത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയുണ്ട് ഇഖ്തദൂ ബില്ലദൈനി മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ 2 ആളെ പിൻപറ്റുക. അബൂബക്കറിൻ ഉമറ, എനിക്ക് ശേഷം പിൻപറ്റേണ്ട 2 ആളുകൾ, ഒന്ന് സിദ്ദീഖുൽ അക്ബറാൻ, ഒന്ന് ഉമർ ബിൻ ഖത്താബാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എല്ലാം ലമശ്ഹദു റജുലിൻ മിൻഹും മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഗയ്യിറു ഫീഹി വജഹു ഖൈറു മിൻ അമലി അഹദിക്കും വല ഉമർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾ ഉമർ ബിൻ ഖത്താബിന് വലിയ പ്രാധാന്യം നൽകുന്ന അനവധി സംഭവങ്ങൾ കാണാം. അനസ് ബിൻ മാലിക് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അസ്ഹാബിഹി ذات يوم من شهد منكم جنازة, ആരാണ് ജനാസയെ പങ്കെടുത്തതെന്ന് ചോദിച്ചു. ഫഖാല ഉമർ വാന, ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നബിയെ. ഇന്ന നേരം വെളുത്ത് ജനാസയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൻ ആദ മരീള, ഒരാൾ രോഗിയെ സന്ദർശിച്ച ആളാരാണ്? ഹബീബാ നബി ചോദിച്ചു. ഫഖാല ഉമറു, അപ്പോഴും ഉമർ പറഞ്ഞു ഞാനാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തസദ്ദഖ, ഇന്ന് ആരാണ് സദഖ കൊടുത്തതെന്ന് ഹബീബാ നബി ചോദിച്ചു. ഫഖാല ഉമർ വാന, ഞാൻ തന്നെയാണെന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. വമൻ അസ്ബഹ സായിമ, ഇന്ന് ആരാണ് നോമ്പുകാരനായി എണീറ്റതെന്ന് ചോദിച്ചു. ഫഖാല ഉമർ വാന യാ റസൂലല്ലാഹ്. ഫഖാല വജബത വജബത, സ്വർഗ്ഗം നിനക്ക് വാജിബാൻ, സ്വർഗ്ഗം നിനക്ക് വാജിബാൻ. ഹബീബാ നബി ചോദ്യത്തിന് ഈ ഹദീസ് ഇതുപോലത്തെ ഒരു സംഭവം സിദ്ദീഖുൽ അക്ബറിന്റെ കാര്യത്തിലുണ്ട്, ഇതുപോലത്തെ ഒരു സംഭവം ഉമർ ഇബ്നു ഖത്താബിന്റെ കാര്യത്തിലുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ആളുകൾ കൂടിയിരിക്കുകയായിരുന്നു. അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തലിഉ മിൻ തഹ്തി ഹാദാ സൂരി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ആ ചുമരിന്റെ മതിലിന്റെ അരികിലൂടെ ഒരാളിപ്പോൾ ഒരു സ്വർഗ്ഗക്കാരൻ വെളിവാകുമെന്ന് ഹബീബാ റസൂലുള്ളാഹി പറഞ്ഞു. ഫതല ഉമർ, അപ്പോൾ ഉമർ ബിൻ ഖത്താബ് കയറി വന്നു. ഫഹന്നൈനാഹു ബിമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാം. എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ ഖത്താബിനെ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വിളക്ക് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബാൻ. സ്വർഗ്ഗത്തിലെ വിളക്കാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. യാ അഖി ലാ തൻസനാ ഫീ ദുആഇക്, ദുആഇന്റെ വിഷയത്തിൽ എന്നെ മറന്നു പോകരുത്. യാ അഖി, എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മനോഹരമായി കേട്ട ശബ്ദം ഏതാണെന്ന് ചോദിച്ചാൽ എന്നെ യാ അഖി, എന്റെ സഹോദരാന്ന് റസൂൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും വലിയ സ്വരം എന്ന് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു. എന്റെ ജീവിതത്തിൽ എന്റെ കാതിന് ഏറ്റവും സന്തോഷിപ്പിച്ച ശബ്ദം പുണ്യനബി എന്നെ വിളിച്ചു, യാ അഖി, എന്റെ പൊന്ന് സഹോദരാ എന്ന് റസൂൽ എന്നെ വിളിച്ചതാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ഹദീസ് കാണാം. ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ, ഉമറിന്റെ നാവിൽ അല്ലാഹു സത്യം വെളിവാക്കുമെന്ന ഹബീബായ റസൂലുള്ളാഹ്. ഈ ഹദീസ് ഇമാം തുർമദി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നൽ ജന്നത ഇന്നൽ ഹഖ ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറ സമിഅതു